ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. പ്ലം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടൂട്ടി ഫ്രൂട്ടിയാണ്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും 1.5 ടേബിൾ സ്പൂൺ മുന്തിരിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ചെറീസും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം. അതുപോലെ നമുക്ക് ഈത്തപ്പഴം ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഇതുപോലെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള മൈദ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതുപോലെ നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ജാറിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയ 2 കഷ്ണം പട്ടയും 2 ഏലക്കായും ചെറിയ 2 ചുക്കിൻ്റെ പീസും അതുപോലെ 2 ഗ്രാമ്പു കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ഷുഗർ എടുത്തിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടീസ്പൂണോളം വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയുടെ മിക്സ് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടയിലേക്ക് ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ടൂട്ടി ഫ്രൂട്ടിയിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ഒരു മിക്സ് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കേക്ക് തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്ത് മാത്രം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് മാത്രം നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. സാവധാനം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഏകദേശമൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് ഷുഗർ കാരമലൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ ഒട്ടും കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോൾഡിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓവനിൽ വേണമെങ്കിലും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിനകത്തോ അല്ലെങ്കിൽ വേറെ വലിയ പാത്രത്തിനകത്തൊക്കെ അടച്ചു വെച്ചിട്ടാണെങ്കിലും നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 45 to 50 മിനിറ്റിനകത്ത് ഇതെന്തായാലും ബേക്കായി കിട്ടും. അപ്പോൾ ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് കുത്തി നോക്കിയാൽ നമുക്കിത് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ പ്ലം കേക്ക് കൂടെ നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻസ് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.